ഇത് ഹിൽ പാലസ്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നിലകൊള്ളുന്ന പുരാതന ചരിത്ര വാസ്തുശാസ്ത്രത്തിൻ്റെ മികവ് ഒരു നൂറ്റാണ്ട് മുന്നേ എത്രമാത്രം വലുതായിരുന്നു എന്നത് വ്യക്തമാക്കി തരുന്ന ഒരു കൊട്ടാര സമുച്ചയം. 1865 കൊച്ചി രാജാവിൻ്റെ സ്വന്തം സമ്പത്ത് കൊണ്ട് നിർമ്മിതമായ ഈ ചരിത്ര മന്ദിരം ഇപ്പോൾ 154 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ചരിത്ര പ്രസിദ്ധമായ നടപ്പാതകളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കം ചെന്ന ഇവിടുത്തെ സസ്യങ്ങൾക്കും ഈ നടപ്പാതകൾക്കും ഇവിടെ നടന്നിട്ടുള്ള ബൃഹത് സംഭവങ്ങളുടെ എത്രയേറെ കഥകൾ നമ്മോട് പറയാനുണ്ടാകും. 54 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാര സമുച്ചയത്തിൽ തദ്ദേശീയ ശൈലിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 49 കെട്ടിടങ്ങൾ നിലകൊള്ളുന്നു. കുന്നുമേൽ കൊട്ടാരം എന്നായിരുന്നു മുമ്പ് ഇത് അറിയപ്പെട്ടിട്ടുള്ളത്. ഒരു വലിയ കുന്നിൻ മുകളിൽ നിലകൊള്ളുന്നതിനാലാവാം ഇതിന് അങ്ങനെ ഒരു പേരുണ്ടായിരിക്കാൻ കാരണം. എന്നാൽ ഇപ്പോൾ ഒന്നുകൂടി പരിഷ്കരിച്ച് ഇത് ഹിൽ പാലസ് ആയി മാറി. കൊട്ടാരം ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാണുള്ളത്. 1980 കൊച്ചി രാജകുടുംബം ഈ പാലസ് കേരള ഗവൺമെന്റിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായി. 1986 മ്യൂസിയം ആക്കി മാറ്റിയെങ്കിലും 1991 മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. കേരള പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയം ഇത് തന്നെയാണ് എന്നൊരു പ്രത്യേകതയും ഈ കൊട്ടാരത്തിനുണ്ട്. മണിച്ചിത്രത്താഴ്, മൂന്നാം മുറ തുടങ്ങിയ മലയാള ചലച്ചിത്രങ്ങളിലൂടെയും നമുക്ക് ഈ ചരിത്ര മന്ദിരം പരിചിതമാണ്. ഇത് ഫൈബറിൽ നിർമ്മിച്ച ദിനോസറിന്റെ ഒരു മോഡലാണ്. സന്ദർശകരെ ആകർഷിക്കും വിധമാണ് ഇതിന്റെ നിർമ്മാണം. 4 കെട്ടിന്റെ രൂപത്തിലുള്ള ഒരു പഴയ കൊട്ടാരമായിരുന്നു ഇത്. ഇപ്പോൾ കാണും വിധം പാശ്ചാത്യ ശൈലിയിൽ പിന്നീട് പുതുക്കി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. ഏകദേശം 1,30,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് പാലസ് തലയുയർത്തി നിൽക്കുന്നത്. ഡച്ചുകാർ നിർമ്മിച്ച കളിക്കോട്ട പാലസും മണിമാളികയും അമ്മത്തമ്പുരാൻ കോവിലകവും ഊട്ടുപുരമാളികയും ഇവിടെയുണ്ട്. പാലസിനകത്ത് ക്യാമറ പ്രവേശിക്കാൻ അനുവാദമില്ലാത്തതിനാലാണ് പാലസിന്റെ പുറംഭാഗങ്ങൾ മാത്രം ചിത്രീകരിക്കുന്നത്. മ്യൂസിയത്തിനകത്ത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ള 11 ഗ്യാലറികളുണ്ട്. അവയിലെല്ലാം ജ്വല്ലറി, ട്രഡീഷണൽ ഓർണമെന്റ്സ്, യൂറോപ്യൻ പെയിന്റിങ്സ്, തഞ്ചാവൂർ പെയിന്റിങ്സ്, സ്റ്റോൺ സ്കൾപ്ചർ, പുരാതനമായ ശിലാഫലകങ്ങൾ, നാണയങ്ങൾ, ശില്പങ്ങൾ, മരത്തിൽ കൊത്തിയെടുത്ത കരകൗശലങ്ങൾ, കൊച്ചി മഹാരാജാവും രാജകുടുംബവും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പണ്ടത്തെ രാജകുമാരുടെ ചിത്രങ്ങളും ആയുധശേഖരവും, 1000 വർഷം പഴക്കം ചെന്ന ജൂതവംശീയരുടെ ബൈബിളും മ്യൂസിയത്തിലുണ്ട്. കൊച്ചിയിലുണ്ടായിരുന്ന പഴയ ജൂതവംശീയരുടെ കയ്യിൽ നിന്നും പുരാവസ്തു വകുപ്പ് വാങ്ങി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ ബൈബിൾ. പൂർണ്ണമായിട്ടും ആട്ടിൻതോലിൽ നിർമ്മിച്ച ഈ ബൈബിൾ ഹിബ്രു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ക്യാബിനറ്റ് ഹാളും പാലസിനകത്തുണ്ട്. രാജഭരണകാലത്ത് രാജ്യസഭ കൂടാനും മറ്റുമായിരുന്നു അവിടെ ഒത്തുകൂടിയിരുന്നത്. മഹാരാജാവിന് ബ്രിട്ടീഷുകാർ കാഴ്ച സമർപ്പിച്ച ഒരു സിൽവർ മരത്തിന്റെ മോഡലും സ്ഫടിക കണ്ണാടിയും ഇവിടുത്തെ പ്രത്യേക ആകർഷണമാണ്. ഏകദേശം 1.25 കിലോ ഭാരം വരുന്ന മഹാരാജാവിന്റെ കിരീടമാണ് മുഖ്യ ആകർഷണം. കൂടുതൽ മുറികൾ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. 2-3 പതിറ്റാണ്ട് മുന്നേ മുതൽ മാത്രം കേരളീയർക്ക് പരിചിതമായ ഒന്നാണ് തറയിൽ വിരിക്കുന്ന ടൈൽസ്, മാർബിൾസ് എന്നിവയെല്ലാം. പക്ഷേ 1.5 നൂറ്റാണ്ടിലേറെ പഴക്കം ചെന്ന ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്ത ടൈൽസും ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന മാർബിൾസും എല്ലാം മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ അന്ന് പുതുമയായിരുന്നില്ല എന്നുകൂടി നാം ചിന്തിക്കണം. ഇന്നും ഇവയൊന്നും ഒരു കേടുപാടും കൂടാതെ കാത്തു സൂക്ഷിക്കുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇപ്പോഴും ഇവയ്ക്കുള്ള ഭംഗിയും തിളക്കവും തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ സാങ്കേതികപരമായി നമ്മുടെ മുൻ തലമുറ വളരെ മുന്നിലായിരുന്നു എന്നതിന് തെളിവാണ് ഇവയെല്ലാം. കൊച്ചി രാജകുടുംബത്തിലെ അവസാനത്തെ 9 രാജാക്കന്മാരായിരുന്നു ഈ പാലസിൽ ഭരണം നടത്തിയിരുന്നത്. അവസാനം രാജഭരണം നടത്തിയിരുന്നത് ശ്രീ രാമവർമ്മ പരീക്ഷിത് തമ്പുരാനായിരുന്നു. അദ്ദേഹം അന്തിവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ്. രാജഭരണകാലത്ത് കൂടിയാട്ടം, കഥകളി തുടങ്ങി ഒട്ടനവധി പാശ്ചാത്യ കലകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നിർമ്മിതിയാണ് ഈ പാലസ്. പാലസിലെ പൂമുഖവും അകത്തളവും ഹോമപുരിയും വിളമ്പുപുരിയും കുളപ്പുരമാളികയും എല്ലാം തന്നെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പുരാതന കേരള വാസ്തുശാസ്ത്രത്തിന്റെ മികവ് തന്നെയാണ്. സന്ദർശകരെ ആകർഷിക്കാനെന്നോളം ആകർഷകമായ ഒന്നാണ് ഇവിടുത്തെ മാൻവനം. ഉച്ചവെയിൽ കൊണ്ട് അവ എങ്ങനെ മേഞ്ഞു നടക്കുകയാണ്. 1.5 ഏക്കറിൽ മാത്രം വിഹരിക്കാൻ മാത്രമേ ഇവയ്ക്കിപ്പോൾ അനുവാദമുള്ളൂ. 2018 കണക്കിൽ 200ഓളം മാനുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വർഷം മഴക്കാലത്ത് ഏതോ പകർച്ചവ്യാധിപ്പെട്ട് 15ഓളം മാനുകൾ മരണമടഞ്ഞിരുന്നു. ഇതൊരു കൽമണ്ഡപമാണ്. രാജഭരണകാലത്ത് എപ്പോഴോ വിശുദ്ധമായി കണ്ടിരുന്ന സ്ഥലമായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇതൊരു കാട് കയറി കിടക്കുന്ന എന്തിൻ്റെയോ ശേഷിപ്പാണ്. ഇവയ്ക്കുമുണ്ടാകും നമ്മോട് പറയാൻ സ്മൃതിയിലാണ്ടുപോയ ഒരു നൂറ്റാണ്ടിൻ്റെ കഥ.